ഒരു പാവയ്ക്കയും കുറച്ച് ചക്കക്കുരുവും കൂടെ എടുത്തിട്ടേ ഇന്നൊരു മെഴുക്കുവരട്ടിയാണ്. നാടൻ സ്റ്റൈലിലുള്ള സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിവാ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ഞാൻ കുറച്ച് ചക്കക്കുരു ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാവയ്ക്കയുടെ പകുതി എടുത്തേക്കുന്നത്, ഒരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതും ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ചക്കക്കുരുവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പ് വെച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചക്കക്കുരു ഇട്ട് കൊടുത്തു. കനം കുറച്ചിങ്ങനെ അരിയണം കേട്ടോ. അതിലേക്ക് പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പാവയ്ക്ക ഇപ്പം ഇടരുത്, പാകത്തിന് വെള്ളം ഒഴിച്ചു. ചക്കക്കുരു വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പാകത്തിന് ഉപ്പിട്ടു. ഇനി ഈ ചക്കക്കുരു ഒന്ന് വെന്തോട്ടെ, മൂടി വെച്ചേക്കാം. നമ്മുടെ ചക്കക്കുരു എന്തായെന്നൊന്ന് നോക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞേക്കുന്നത് കൊണ്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ടല്ലോ. ഈ സമയത്ത് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക. ഇതിനൊരു ലേശം കയ്പ്പ് അധികം ആയതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. നല്ല കയ്പ്പ് കുറഞ്ഞുള്ള പാവയ്ക്കയാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ. ഇനി ഇതും ഒന്ന് വെന്തോട്ടെ, മൂടി വയ്ക്കാം. നമ്മുടെ മെഴുക്ക് വരട്ടി ഒന്ന് നോക്കട്ടെ. നോക്കിയേ, പാവയ്ക്കയും പിന്നെ നമ്മുടെ ചക്കക്കുരും കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തനി നാടനൊരു സാധനമാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത് മാത്രമേ ഉള്ളൂ, കടുകും ഒന്നുമില്ല പരിപാടി കേട്ടോ. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നു. 2 കറിവേപ്പിലയും കൂടെ ഇട്ടു. ഒന്ന് മൂടി വയ്ക്കാവേ. അതിന് ശേഷം ഇളക്കി എടുക്കാം. തുറന്നു നോക്കാം. കണ്ടോ, ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാവയ്ക്കയും ചക്കക്കുരും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതൊരു നാടൻ റെസിപ്പിയാണ്. ചോറുണ്ണാനോ കഞ്ഞി കുടിക്കാനോ ഒക്കെ എന്ത് രസമാണെന്നറിയോ. നോക്കിയേ, നല്ലൊരു അടിപൊളി ഡിഷാണ് ഇത്. നമ്മുടെ ലീലാമ്മയില്ലേ, നമ്മുടെ ലീലാമ്മയുടെ സ്ഥിരം മെഴുക്കുവരട്ടിയാണേ. അപ്പം അടിപൊളിയാണ്. ആ പച്ചവെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.